ശരിക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരു പാട്ടുകാരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ധാന റാസിഖ്. അച്ചാപ്പാമട മാണിക്കല്ലാളെ ഇങ്ങള് ഞമ്മള് പെങ്ങള് മക്കള് തിങ്ങി വിളങ്ങിയൊരുങ്ങണ മംഗലം വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ഭംഗീഷ കുതി പൊത്ത പുതു പുതുമാ കല്യാണ ചെറുക്കൻ്റെ ബെല്ലുമ്മ പെരക്കിട്ട് കുമ്പളങ്ങ ചാറ് വെക്കാൻ അടുത്തിരുന്നേ തേങ്ങ ചിരകിടുന്നേ അമ്മിയിലരച്ചിടുന്നേ. പാട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ തുടങ്ങി ധാന ഇപ്പോൾ സിനിമയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ പാടുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? പക്ക ന്യൂ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. കാരണം ഫസ്റ്റ് മൂവി ഞാൻ പാടിയത് കടകനാണ്. അത് പാടിയിട്ട് ഇപ്പോൾ അറൗണ്ട് 1 ഇയറിന് മേലെ. അപ്പോൾ അന്ന് പോകുന്ന സമയത്ത് ഗോപി ചേട്ടൻ്റെ സ്റ്റുഡിയോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം സാറിൻ്റെ റെക്കോർഡിങ് എൻജിനീയേഴ്സും അസിസ്റ്റൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുകൂടെ തന്നെ നമ്മൾ ആ പാട്ട് അജാബാമട എന്ന സോങ്ങിൽ ബാദുഷാ, ഹനാൻ ഷാ, സൽമാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പരിചയമുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു കംഫർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ പാടിക്കഴിഞ്ഞ് നമ്മളൊരു ഹോൾ ഡേ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. പാടിക്കഴിഞ്ഞ് അത് ഇറങ്ങൂലേ എന്നൊക്കെ ആ ഒരു അജാബാമട ധാനയാണ് പാടിയത് എന്ന് പോലും പലർക്കും അറിയില്ല. കാരണം അതിൽ ഫ്രെയിമിൽ വേറെ ആളാണ്. അത് ശരിക്കും ഒരു കോമഡിയാണ്. ഇവര് വീഡിയോ ഷൂട്ടിനെ വിളിച്ച സമയത്ത് ഞാൻ കാശ്മീർ ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഇല്ലാണ്ടിരുന്നത്. പുതിയൊരു സിനിമയിൽ കൂടെ പാടിയിട്ടുണ്ട് അല്ലേ, ആദർശയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് റിലീസായിട്ടില്ല, പാട്ട് റിലീസായിട്ടുണ്ട്. തൂവൽ നീല എന്ന് പറയുന്ന സോങ്ങാണ്. KS ഹരിശങ്കർ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടിയത്. തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ മായാത്തൊരിൻ ജീവൻ നീല ആരാണ് നീ നേരാണ് നീ നേരോർമ്മ തൻ പേരാണ് നീ രാമായാത്തൊരിൻ ചങ്ങാതി നീ മൗനമായി പിന്നെയും മനസ്സം തേടിയോ പോയോരാ നാളിലെ പൊൻപീലികൾ തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ മായാത്തൊരിൻ ജീവൻ നീല. ഞങ്ങൾ കണക്റ്റഡ് അത് ആദർശ സാറായിട്ട് കണക്റ്റഡ് ആവുന്നത് ഞാൻ മഹാരാജാസിൽ പഠിക്കുമ്പോൾ നമ്മളുടെ കോളേജിൻ്റെ ബാക്കിൽ രത്നവിലാസം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമ്മളെല്ലാവരും ചായ കുടിക്കാൻ പോയപ്പം അവിടെ നാദൃശക്കാട് അളിയൻ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടു, അതായത് വൈഫിൻ്റെ ബ്രദർ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നമ്മളങ്ങനെ കമ്പനിയായി. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് കൊച്ചിയിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കൊച്ചിയിലോട്ടൊക്കെ പോയി. എന്താ പാട്ട് എന്നൊന്നും അറിയില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ നാദൃശൊക്കെ ഭയങ്കര ഒരു ബിഗിനറിന് തരേണ്ട എല്ലാ സപ്പോർട്ടും തന്നിട്ടാണ് ഭയങ്കര ഈസി ആയിട്ട് പാട്ട് കേൾപ്പിച്ചു തന്നു, പാടിച്ചു, വിട്ടു. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് റിലീസായി. പിന്നെ അതിന് പ്രൊമോഷൻസിനൊക്കെ പോയപ്പോൾ അത് ഹോൾ ന്യൂ എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം.